നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. രമ്യ, ഇവളെ നീ ചേച്ചിയുടെ അടുത്ത് കൊണ്ടാക്ക്. വാ പെണ്ണിങ്ങോട്ട്. അവളുടെ ഒരു സംശയം. ഞാൻ ഇവിടെ ഇത്രയും നാളും കറങ്ങി നടന്നിട്ട് നിനക്ക് അപ്പോഴൊന്നും ചോദിക്കാൻ ഒരു സംശയമില്ലായിരുന്നല്ലോ. ഇങ്ങോട്ട് വാ. മാഡം, എങ്കിൽ നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ? മാഡം, അവള് കൊച്ചുകുട്ടിയല്ലേ മാഡം, ഒന്ന് ക്ഷമിച്ചേക്ക് പ്ലീസ്. രാജു നോട്ട്സ് പറ. ശരി മാഡം. ചാപ്റ്റർ കഴിഞ്ഞു മാഡം. രാജു, എത്ര വേഗത്തിലാ 2 ചാപ്റ്റർ കഴിഞ്ഞത്. അത് ഓരോ വാക്ക് പോലും ഞാൻ മനപ്പാടാക്കി പഠിച്ചിട്ടുണ്ട്. ഈ പഠിച്ചതൊന്നും ഞാൻ ഇനി എത്ര മറക്കാൻ ശ്രമിച്ചാലും പറ്റില്ല. അത്രയ്ക്ക് തറവായിട്ടുണ്ട്. രാജുവിന്റെ ഈ മെത്തേഡ് കൊള്ളാം. താങ്ക് യു മാഡം. രാജുവിനെ ശരിക്കും ടീച്ചിങ് പ്രൊഫഷൻ തെരഞ്ഞെടുക്കായിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു മാഡം. പക്ഷെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് എന്റെ പഠനത്തോടൊപ്പം ചെറുപ്പം മുതലേ ജോലികളും ചെയ്യേണ്ടി വന്നു. പിന്നെ ഉത്തരവാദിത്തങ്ങൾ തലയ്ക്ക് പിടിച്ചപ്പോ ഫുൾ ടൈം ജോലിയായി മാറി. അല്ല, ഇപ്പോഴും മോശമൊന്നും അല്ലല്ലോ. മന്ത്രിയുടെ PA അല്ലേ? 2 പേരുടെയും ട്യൂഷൻ ഞാൻ ഇന്നത്തോടെ അവസാനിപ്പിക്കാം. മാഡം, എന്നാ നമുക്ക് അടുത്ത് നോക്കാം. ഇതുപോലെ അവിടെ നേരെ നേരെ വരയ്ക്കും. ഇവിടെ ഇവിടെ ഞാൻ ചെടി നരയ്ക്കുന്നിടത്ത് വന്നിരുന്ന പിന്നെ വെള്ളം തെറിക്കില്ലേ? വെറുതെ വേഷം കെട്ടെടുക്കരുത്. നട്ടുച്ചയ്ക്കാ അവളുടെ ഒരു ചെടി നനയ്ക്കല്. നിന്റെ പ്രശ്നം എന്താന്ന് എനിക്ക് മനസ്സിലായി. നീ കാണിക്കുന്നൊട്ട് ശരിയല്ല കേട്ടോ. രാജു കാണിക്കുന്നത് ശരിയാണോ? രമേ, വെറുതെ എന്റെ സമയം മെനക്കെടുത്തതേ പോകുന്ന നിനക്ക് നല്ലത്. നീ ഈ കാണിക്കുന്നതേ എന്ത് മോശം നിനക്കറിയാവോ? ഋതിക മാഡത്തിനോട് നിനക്കെന്താ ഇത്ര വാശി? ഒരു ഋതിക മാഡം അല്ല, രാജു എന്തിനാ ഇവക്ക് ട്യൂഷൻ എടുക്കുന്നേ? ഇവക്ക് പോവാൻ ഇവിടെ എത്ര ട്യൂഷൻ സെന്റർ ഉണ്ട് ഈ നാട്ടില്? അതൊന്നും എനിക്ക് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഇനി ഞാൻ ട്യൂഷൻ എടുക്കുന്നത് ശല്യം ചെയ്യാൻ നീ വന്ന നീ വിവരം അറിയും. പോവിടുന്ന് പോവാനല്ലേ പറഞ്ഞ? മാഡം, സോറി മാഡം. എന്താ രാജു ഇത്? സോറി മാഡം. ആ പെണ്ണിനെന്താ എന്നോട് ഇത്ര പ്രശ്നം? മാഡം ക്ഷമിക്കണം. അവള് ബോധമില്ലാതെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്ന. സോറി മാഡം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.